ഗൗരി, ഇതെൻ്റെ അച്ഛൻ, ഇത് മുത്തച്ഛൻ, പിന്നെ ഇവൻ മഹാദേവ്, മഹി എൻ്റെ ബ്രദറാണ്. 4 വാക്കിൽ 3 പേരെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ശക്തി. ഗൗരി അപ്പോഴും കൗതുകത്തോടെ 3 മാറി മാറി നോക്കി. ആരുടെ മുഖത്തും തന്നോട് അനിഷ്ടവും കാണാനില്ലെന്ന് മനസ്സിലായത് സമാധാനം എന്തിനെന്നറിയാത്തൊരു സന്തോഷം അവളിൽ നിറഞ്ഞു. അവർക്ക് അവളോട് എന്തൊക്കെയോ ചോദിക്കാനും പറയാനും ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അരികിൽ നിൽക്കുന്നത് ഉടുമ്പ് പിടിച്ചിരിക്കുന്ന പോലെയാണ് അവൻ അവളെ പിടിച്ചത്. ആ കുഞ്ഞിൻ്റെ അരികിൽ നിൽക്കുന്ന വലിയ രൂപത്തിൽ 3 നല്ല ഭയം തന്നെയായിരുന്നു. കുറേ നേരം അവിടെ മായ നിശബ്ദം നിറഞ്ഞു. നീ ആ കൊച്ചിന് വിട് കണ്ണ, അതിന് ശ്വാസം വിട്ടിങ്ങനെ പിടിച്ചാ കിട്ടുന്ന എന്തും വാങ്ങാൻ റെഡിയായിക്കൊണ്ടാണ് മഹി പറഞ്ഞത്. പ്രതീക്ഷിച്ച പോലെ നോട്ടം കൊണ്ട് അവനെ ദഹിപ്പിച്ച് കളഞ്ഞ ശക്തി. ഗൗരി 2 പേരെയും മാറി മാറി നോക്കിയാണ്. അവൾക്കും ഭയം തോന്നി. ശക്തി എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് കുറച്ച് സമയം കൊണ്ട് തന്നെ ഗൗരിക്ക് മനസ്സിലായിരുന്നു. തീർത്തും വിചിത്രമായൊരു സ്വഭാവം, ചിലപ്പോൾ ദേഷ്യം, ചിലപ്പോൾ ചിരി, മൊത്തത്തിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു വ്യക്തി. അയാൾക്ക് തന്നോട് എന്താണെന്ന് പോലും ഗൗരിക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും കഴിക്കേണ്ട മക്കളെ, മോൾക്ക് വിശക്കുന്നില്ലേ? അച്ഛൻ്റെ ചോദ്യമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. അതിന് മറുപടിയായി വേഗം തന്നെ വിശക്കുന്നുണ്ടെന്ന് തലയാട്ടി കാണിച്ച് ഗൗരി. എങ്ങനെയെങ്കിലും ഈ രാക്ഷസൻ്റെ കയ്യിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി. എന്നാലെല്ലാവരും ഇരിക്കും, ഞാൻ ഭാനുവിനോട് ഊണെടുത്ത് നോക്കാൻ പറയാം. അച്ഛൻ അങ്ങനെ പറഞ്ഞു. ഭാനു ആരാ എന്നപോലെ ചോദ്യങ്ങളിൽ നിറഞ്ഞു. ഇവിടെ അടുക്കളപ്പണിക്ക് നിൽക്കുന്ന മോളെ. അതിനർത്ഥം മനസ്സിലായതുപോലെ അച്ഛൻ തന്നെയാണ് അവൾക്ക് മറുപടി നൽകിയത്. വെറുതെ ഒന്ന് ചിരിച്ച് ഗൗരി. അടുത്ത നിമിഷം തന്നിൽ മുറുകി അവൻ്റെ വിരലിൽ ഒരു ഞെട്ടലോടെ മുഖം തിരിച്ചുകൊണ്ട് അവനെ നോക്കി. വല്ലാത്തൊരു ഭാവത്തിൽ തന്നെ നോക്കുന്നത്. ഉമിനീര് കുടിച്ചിറക്കിക്കൊണ്ട് നോട്ടം കെട്ടിച്ചത് ശക്തിയോടെ പൂങ്കടക്കം കെട്ടിപ്പിടിച്ച് വരിഞ്ഞു കൊടുത്തു. കവിളിൽ ചുണ്ടുകൾ അമർത്തി കണ്ണുമിഴിച്ച് വാ തുറന്നങ്ങനെ നിന്നുപോയി ഗൗരി. ഒന്ന് ചലിക്കാൻ പോലും ആവാത്തതുപോലെ, വയറിൽ നിന്നെന്തോ വീണ്ടും മറിഞ്ഞു വരുന്നത് പോലെ. അടുത്ത നിമിഷം ഒരു ഞെട്ടലോടെ ചുറ്റും നോക്കിയത് ബാക്കിയുള്ള ആരെയും കാണാതെ ദീർഘമായി വിശ്വസിച്ചു. പതിയെ മൊഴിഞ്ഞതും വശ്യമായി. അതെനിക്കിഷ്ടമാണ്. ഇടുപ്പിലൂടെ ചുറ്റി വരുന്നു. മറുകയാൽ അവിടെ കവിളിനാകെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടാണ് പറിച്ചത്. ദേഷ്യത്തോടെ അവരെ നോക്കി കവി. അപ്പോഴും നിറഞ്ഞൊരു ചിരിയാണ് അവൻ. ആരെയും മോഹിപ്പിക്കുന്ന പുഞ്ചിരി. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന നീയല്ലേ കവി? നിന്റെ ഈ നോട്ടം കവിളിലേക്ക് പറഞ്ഞുകൊണ്ടതിനെ പിടിച്ചമർത്തിയത് കണ്ണുകൾ ഇറുകയടച്ച് ഇറങ്ങിപ്പോയത്. ശബ്ദം കൂടിയായ സത്യം പിടിച്ചു. വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയത് കൈകൾ ഉയർത്തി അവൻ്റെ അതിരങ്ങൾക്ക് മീതെ തടസ്സം കൊടുത്തു. പ്ലീസ്. ദയനീയമായി ചുണ്ടുകൾ ചലിപ്പിച്ചതും ആ കൈവളയിൽ കൂടി ചുണ്ടുകൾ അമർത്തി ഒരു ഉമ്മ കൂടി കൊടുത്തു ശക്തി. അടുത്ത നിമിഷം തന്നെ ഗൗരി തൻ്റെ കൈവളിച്ച് അവനെ ദേഷ്യപ്പെട്ട് നോക്കി. പളുങ്ക് പോലുള്ള മിഴികൾ കൊടുത്തിക്കൊണ്ടുള്ള ആ നോട്ടത്തിൽ രക്തം ചൂട് പിടിച്ച് കുതിക്കുന്നത് അവനറിയും. അവളെ ഒന്നാകെ സ്വന്തമാക്കാൻ തോന്നിപ്പോകുന്ന മോഹം സിരകളിൽ ഒന്നാകെ പടർന്ന് കയറുന്ന പോലെ. കണ്ണാ, മോളെയും കൂട്ടി വാ. വീണ്ടും അവളിലേക്കായി അടുക്കാൻ തുടങ്ങിയവനെ തടഞ്ഞെടുത്തിക്കൊണ്ട് അച്ഛൻ്റെ വിളി വന്നത്. ദൈവത്തിനും അച്ഛനും ഒരുപോലെ നന്ദി പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും കുതറി മാറിക്കൊണ്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്നു. ചുണ്ടിലൂടിയ ചിരിയോടെ തന്നെ അവന്. ഗൗരിയെ കൂട്ടി ശക്തി പോയ നിമിഷം മുതൽ വാതിലടച്ച് റൂമിൽ കയറി ഇരിപ്പാണ് ശ്രീദേവി. ആദ്യമായി ഒരുവിന് മുന്നിൽ, അതും താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവരുടെ മകന് മുന്നിൽ തന്നെ മുട്ടുത്തേണ്ടി വന്നതിൻ്റെ ദേഷ്യം, വാശി, പക എല്ലാവരും പൊളിഞ്ഞു. പടുത്തുവരുത്ത അഭിമാനമെല്ലാം ആദ്യമായി തച്ചുടച്ചുകൊണ്ട് വീട്ടിലെ കാര്യസ്ഥൻ്റെ മകനൊപ്പം ഇറങ്ങിപ്പോയത് അവളാണ്. അവളുടെ മകനാണ് ഇന്ന് തന്നെ തോൽപ്പിച്ചിരിക്കുന്നത്. അതിലും വലിയ തെറ്റ് ചെയ്ത രുദ്രനെ അപ്പോഴും അവർ വെറുത്തിരുന്നില്ല എന്നത് മറ്റൊരു വിരോധാഭാസമായിരിക്കാം. രുദ്രൻ ആ പെണ്ണിനെയും കൂട്ടി തിരികെ വന്നാൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ തന്നെയായിരുന്നു ശ്രീദേവിയുടെ തീരുമാനം. ആണിനൊരു നീതി, പെണ്ണിന് മറ്റൊന്ന്. ഇതാണ് അവരുടെ നയം. അവിടെ ഗൗരിയാവുടെ അവസ്ഥയൊന്നും അവർക്ക് പ്രശ്നമില്ല. ഈ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അവൾ ഒതുക്കും, അല്ലെങ്കിൽ ഒതുക്കും. അതാണ് അവരുടെ രീതി. കണ്ണടച്ച് കിടക്കും തോറും പുച്ഛത്തോടെ തനിക്ക് മുന്നിൽ നിന്നവൻ്റെ മുഖം അവർ ഓർത്തു. തല ഉയർത്തി പിടിച്ചിരുന്നവൻ്റെ കണ്ണിലെ പക, വാശി എല്ലാം ഓർക്കും തോറും അടിമുടി എരിഞ്ഞത്. ആ നിമിഷവും കൊച്ചുമകൻ അവനൊപ്പം ഏതവസ്ഥയിലായിരിക്കുന്ന അവരെ ബാധിച്ചു. അവൾ ചത്താലും ജീവിച്ചാലും ഒന്നുമില്ല, അതവരെ ബാധിക്കുകയുമില്ല. എൻ്റെ മോളെവിടെ, എല്ലാവരും കൂടി കൊന്നവളെ, അലറി വിളിച്ച് കരയുന്നവരുടെ ശബ്ദം ആ 4 സുവരുകൾക്കുള്ളിൽ മാത്രമായി ഒതുങ്ങി. ഗീത നീയൊന്നാണ്, ഇനി ഓരോന്ന് പറഞ്ഞ അമ്മയെ നീ ദേഷ്യം പിടിപ്പിക്കണ്ടേ? അടുത്ത നിമിഷം പകയോടെ അയാളുടെ ഷർട്ടിലായി കുത്തിപ്പിടിച്ച് ഒരു ഞെട്ടലോടെ ഹരിയുടെ കണ്ണു കുറിച്ച്. ഇതേ മതിയായില്ലേ നിങ്ങൾക്ക്? എൻ്റെ കൊച്ചിനെ കൊല്ലാനും കൂട്ടിക്കൊടുക്കാനും മാത്രം അറിയും നിങ്ങൾക്ക്. ഇനിയും മതിയായില്ലേ? ഒന്നേ ഉള്ളൂ എനിക്ക്, ആണായിട്ടും പെണ്ണായിട്ടും എല്ലാം.
അതിനെല്ലാവരും കൂടി ഇവിടെ നിങ്ങളുടെ തള്ള വളർത്തി വഷളാക്കി വെച്ചിരുന്ന പേരക്കുട്ടികൾ ചെയ്തു കൊടുക്കുന്ന എല്ലാ പലം എൻ്റെ മോൾ അനുഭവിക്കുന്നത് എന്തിനാ? എനിക്ക് അവള് വേണം. ഇങ്ങോട്ടെങ്കിലും പൊക്കോളം ഞാൻ അവളെ കൊണ്ട് അല്ല പോകും. പോയന് എൻ്റെ കുഞ്ഞെന്ന് എണീറ്റ് നടക്കാനാക്കി കൊണ്ടുപോയനെ ഞാൻ. ഭ്രാന്ത് പിടിച്ച പോലെ പറയുന്ന അവരുടെ വാക്കുകൾ ഒരു ഞെട്ടിലോടെ തന്നെ ഹരി കേട്ടു നിന്നു. എല്ലാവരും അനുഭവിക്കും. എൻ്റെ കൊച്ചിൻ്റെ കണ്ണുനീര് കൊണ്ട് കെട്ടിപ്പടുത്ത ജീവിതം ആരും സമാധാനത്തോടെ ജീവിച്ച് തീർക്കില്ല. ചക്ക് പൊട്ടി ശപിക്കുക ഞാൻ അനുഭവിക്കും. ബോധം നശിച്ച് നിലത്തേക്ക് വീണ് പോകുന്നതിനിടയിൽ മനസ്സുരിയെ ശപിക്കുന്നുണ്ടായിരുന്നു അവർ. എല്ലാം കേട്ട് പുറത്തുനിന്ന മാലിന്യയുടെയും രാധികയുടെയും കണ്ണു നിറഞ്ഞു. പരസ്പരം സമാധാനിക്കാൻ പോലുള്ളൊരവസ്ഥയിലായിരുന്നില്ല ഇരുവരും. അച്ഛൻ വിളമ്പി തരുന്ന ആഹാരത്തിലേക്ക് കണ്ണു നിറച്ചു നോക്കി ഗൗരി. ഓർമ്മയിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു രംഗം അവൾ കണ്ടിട്ടില്ല. അടുക്കളയിലിട്ടിരിക്കുന്ന ഒരു ടേബിളായാലും താനും രാജിയും ആഹാരം കഴിച്ചിട്ടുള്ളത്. വിളമ്പി തരാനോ വാരിത്തരാനോ ആരും ഉണ്ടായിട്ടില്ല. ഏട്ടന്മാർക്കെല്ലാം അമ്മയും അപ്പച്ചമാരും വിളമ്പി കൊടുക്കുമ്പോൾ പലപ്പോഴും കണ്ണു നിറച്ച് നോക്കി നിന്നിട്ടുണ്ട്. അന്നും ഗൗരിക്ക് കൂട്ടി രാഖിക്ക് കൂട്ട് ഗൗരിയും മാത്രമായിരുന്നു. പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിൽ വല്ലാത്തൊരു വേദന അവളിൽ നിറഞ്ഞു. കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. രുദ്രേട്ടൻ്റെ സുഹൃത്തിന് തന്നെയാണ് അവൾ വിവാഹം കഴിപ്പിച്ച് കൊടുത്തത്. വിരുന്നിനായി അവൾ വീട്ടിലെത്തിയ ദിവസം താൻ ഉണ്ടായിരുന്നില്ല. രുദ്രേട്ടൻ പേര് പോലും അറിയാത്തവരുടെ കൊണ്ടുപോയിരുന്നു. ഒരു നിമിഷം ആ ഓർമ്മയിൽ പോലും അവളുടെ ഉള്ളമൊന്ന് കളിച്ചു. തൻ്റെ തളർച്ചയും വേദനയും ഒന്നും നോക്കാതെ അടിച്ചു കുറഞ്ഞ ദിവസങ്ങൾ അടുത്തിരിക്കുന്നവൻ്റെ നെഞ്ചിലേക്കായി വലിച്ചു ചേർക്കപ്പെട്ടിരുന്നു. ഒരു നിമിഷം ദുസ്വപ്നത്തിൽ എന്ന പോലെ ഞെട്ടി മിഴികൾ ഒതുകിയടച്ച് അവൻ്റെ നെഞ്ചിലായി മുഖം അമർത്തി വെച്ച് ഗൗരി. ഉള്ളിൽ ഒതുക്കി വെച്ചതൊക്കെയും ഉറക്കെ കരഞ്ഞു തീർക്കാൻ തോന്നുന്നു. ആ ഗന്ധത്തിലും ചൂടിലും എല്ലാം മറക്കുന്നത് പോലെ, ആശ്വാസം പൊതിയുന്നത് പോലെ. ചുറ്റുമിരിക്കുന്ന 3 പേരും കണ്ണു വീഴ്ച മുന്നിലിരിക്കുന്ന രണ്ടാളെയും നോക്കുവാണ്. ഗൗരി എന്തോ ഓർത്തിരിക്കുന്നു. കണ്ണു നിറയുന്നൊക്കെ കണ്ടു. അച്ഛനെന്തോ ചോദിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും ശക്തി ഒരു നോട്ടം കൊണ്ടതിനെ വിലക്കിയതാണ്. അതിനടുത്ത നിമിഷം തന്നെ അവൾ നെഞ്ചിലേക്ക് വലിച്ച് ആരെയും നോക്കാതെ ആഹാരവും കഴിച്ചു തുടങ്ങി. ഒരുത്തി നെഞ്ചിൽ കിടന്ന് വിങ്ങിക്കരഞ്ഞിട്ടും അതിൻ്റെ കാരണമൊന്നും അന്വേഷിക്കാതെ അവളെന്ന് ആശ്വസിപ്പിക്കാൻ പോലും ശ്രമിക്കാതെയുള്ള അവൻ്റെ പ്രവൃത്തി കണ്ണു വിഴുങ്ങില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കരഞ്ഞു കഴിഞ്ഞ് കഴിക്കാൻ നോക്കടി. തോരൻ കൂടി കഴിക്കുന്നെങ്കിൽ ചെക്കൻ്റെ ശബ്ദം ഉയർന്നു. ഞെട്ടലോട് അവനിൽ നിന്ന് പിടഞ്ഞു മാറാൻ നോക്കിയവൾ. ഉടുമ്പ് പിടിച്ച പോലെ ഇരിക്കുന്ന അവൻ്റെ പിടിയിൽ നിന്നും അനങ്ങാൻ പോലും അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന മറ്റൊരു സത്യം. മുഖം കുനിച്ച് അവളെ നിന്ന് നോക്കി ശക്തി. തീക്ഷ്ണമായ മിഴികൾ കൊണ്ടുള്ള നോക്കി. കരഞ്ഞു മിഴികൾ ഉയർത്തി അവൾ ആ കണ്ണിലേക്ക് നോക്കി. വിതുമ്പി നിൽക്കുന്ന പെണ്ണിനെ കാണി അവൻ്റെ ചുടികളൊന്ന് വിടുമോ? ഒരിക്കലും ഇല്ല എന്ന് പറയാനാണ് ആ നിമിഷം അവന് തോന്നിയത്. എങ്ങനെ വിട്ടുകളയും ഇവൾ? വിട്ടുകളയാനല്ല ശക്തി അവളെ പിടിച്ച്. വിട്ടുകളയില്ല, ആർക്കും വിട്ടുകൊടുക്കുകയുമില്ല. എന്നും കൂടെ ഉണ്ടാകും. ശക്തിയുടെ സ്വന്തമാണ്. അത് പ്രണയമാണെന്ന് അവൻ അറിയുകയും വേണ്ട. ഒരു കുറുമൻ വാശി പിടിച്ച് സ്വന്തമാക്കിയ ഭംഗിയുള്ള കളിപ്പാട്ടമായിരുന്നു അവനവർ. ആ കളിപ്പാട്ടത്തിനോട് അവന് ദയയില്ല, അനുകമ്പയില്ല. പ്ലീസ് പതിയെ വീണ്ടും പറഞ്ഞു അവളിലെ പിടി തെല്ലെന്ന് അയച്ചു കൊടുത്തു ശക്തി. അടുത്ത നിമിഷം എന്തോ ഓർത്ത പോലെ അവളുടെ നോട്ട അച്ഛനും മുത്തശ്ശനും മഹിലുമൊക്കെയായി. എന്തോ വല്ലാത്തൊരു വിഷമം അവളെ കൊന്നു. അവരെ കൂടെ തന്നെ പ്രവൃത്തി ബുദ്ധിമുട്ടിച്ചു പോയെന്നുള്ള ഭയം. മോള് കരയല്ലേ, ഊണ് കഴിക്കും, സങ്കടമൊക്കെ മാറും. അവളുടെ കണ്ണീര് പിന്നിലെ കാരണം അറിയില്ലെങ്കിൽ പോലും അവർക്ക് ഉറപ്പായിരുന്നു കുറച്ചൊന്നുമായിരിക്കില്ല അവൾ അനുഭവിച്ച് തീർത്തിട്ടുണ്ടാവുക എന്നത്. 18 വയസ്സിൽ കല്യാണം, 6 മാസം കൊണ്ട് വിവാഹം ചെയ്തു. ഒപ്പം മാടമ്പി തറവാട്ടിലെ ശ്രീദേവി. ഊഹിക്കാം പെണ്ണായി പിറന്നു പോയതിൽ അവൾ അനുഭവിച്ച എന്തുമാത്രമായിരിക്കും. തന്നോളം മറ്റാർക്കൊന്നും മനസ്സിലാകുമെന്ന് അച്ഛനും അറിയും. ഒരിക്കൽ പാതിയായവൾ അനുഭവിച്ച് തീർത്തൊക്കെ അച്ഛൻ അറിയുന്നതാണ്. മായി മുത്തശ്ശനും കൂടി അവൾ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. ഉള്ളിലെ ആകുലതകളെല്ലാം മറന്നു അവളൊന്ന് പുഞ്ചിരിച്ചു. കഴിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് അടുത്തിരിക്കുന്നവരെ ഒന്ന് പാളി നോക്കി ഗൗരി. അവിടെ അപ്പോഴും ആഹാരം കഴിക്കുന്നത് മാത്രമാണ് ശ്രദ്ധ. ഗൗരിയുടെ ചുണ്ടൊന്ന് കൂടി ഉള്ളിൽ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ മുഖം തിരിച്ച് കഴിച്ചു തുടങ്ങി. അവളുടെ ഓരോ പ്രവൃത്തിയും ഇടം കണ്ണാൽ നോക്കിയിരുന്നവൻ്റെ ചുണ്ടിൽ അത്ര പെട്ടെന്ന് ആർക്കും കാണാൻ പറ്റാത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. മുഖം വീർപ്പിച്ച് പിടിച്ചുകൊണ്ട് ആഹാരം കഴിക്കാനും ഗൗരി. ആ മുഖത്ത് ഒരാളോടുള്ള ദേഷ്യവും പരിഭവമൊക്കെ വ്യക്തമായിരുന്നു. അച്ഛനും മുത്തശ്ശനും മഹിമൊക്കെ ചുണ്ടിലൂറിയ പുഞ്ചിരി ഒതുക്കി പിടിച്ചുകൊണ്ട് അവളെയും അരികിൽ അവളെ കൂർപ്പിച്ച് നോക്കിയിരിക്കുന്നവരെയും മാറി മാറി നോക്കി. തങ്ങളുടെ കണ്ണൻ ഇങ്ങനെയൊക്കെ പെരുമാറാൻ അറിയുമോ എന്നൊരു ചിന്തയാണ് എല്ലാവർക്കും മുന്നിലായി ആദ്യം നിറഞ്ഞത്. ഒരു പിടി കഴിച്ച് ഊണുമതിയെന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ ഒരുങ്ങിയവൾ മുഴുവൻ കാണിക്കടി എന്നുള്ള ഒരൊറ്റ ഡയലോഗ് അവിടെ ഇരുത്തിയതാണ് ശക്തി. അവനുള്ള പേടി കൊണ്ട് വീണ്ടും കഴിക്കുന്നുണ്ടെങ്കിൽ പോലും പരിഭവവും ദേഷ്യവും ആവോളം തോന്നിപ്പോകുന്നു. അച്ഛനും മുത്തശ്ശനും ഒരു ചിരിയോടെ അവരവരുടെ വഴിക്ക് വിട്ട് കൈ കഴുകാൻ എഴുന്നേറ്റു. മതി, സത്യമായിട്ടെൻ്റെ വയറ് നിറഞ്ഞു. ആണോ? ഇനി കഴിച്ച വയറ് പൊട്ടിപ്പോകും. ശരി, കൈ കഴിയുക. ശക്തി പറഞ്ഞത് പെണ്ണിൻ്റെ മുഖമുന്നിൽ തെളിഞ്ഞു. പിന്നെ വയറ് നിറഞ്ഞോ എന്നൊക്കെ ഞാൻ വന്ന് നോക്കും.
കണ്ടിട്ടെങ്ങാനും നിറഞ്ഞില്ലെങ്കിൽ ശക്തി ഒരു ഭീഷണിയോടെ പറഞ്ഞു തുടങ്ങിയത് ഞെട്ടിലോടെ കണ്ണു വീഴ്ച അങ്ങനെ ഇടാവുകയായിരുന്നു. അടുത്ത നിമിഷം എന്തോർത്ത പോലെ പ്ലേറ്റിലെ ബാക്കി ചോറ് കൂടി വാരി കഴിക്കാൻ തുടങ്ങി. ശക്തി ആ പെണ്ണിനെ ഇന്ന് സിംഹാതെ നോക്കിപ്പോയി. ആദ്യ കാഴ്ചയിൽ തന്നെ ഉള്ളിൽ തറഞ്ഞു കയറി മുഖം, ഇപ്പോഴും എന്തൊക്കെയോ പ്രത്യേകതയോടെ ഉള്ളിൽ നിറയുന്ന മുഖം. ആ രാക്ഷസിയുടെ കോട്ടയിൽ ഇതുപോലൊരു പെണ്ണ്. അവളൊരു അത്ഭുതമായി പോകുന്നത് അവിടെയാണ്. കഴിഞ്ഞു. ഗൗരിയുടെ ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിന്നെത്തിയത്. കൈകൾ പ്ലേറ്റ് എടുക്കാൻ ഒരുങ്ങിയുള്ള തടഞ്ഞുകൊണ്ടാണ് പറച്ചത്. അത് പ്ലേറ്റ് എൻ്റെ ഭാര്യയുടെ പ്ലേറ്റ് എടുക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്. ഒന്നുമില്ലെങ്കിലും ഞാനൊരു IPS കാരനല്ലേ ഗൗരി. നേരത്തെ ഒരു ചിരിയോടെ പറയുന്നു. ഗൗരിയുടെ കണ്ണുകളൊന്നും കിട്ടുന്നതില്ല. പെണ്ണിന് യാതൊരു വിലയും കിട്ടാത്തതിലത്ത് വളർന്നുകൊണ്ട് തന്നെ അവൾക്ക് ഇവൻ്റെ പ്രവൃത്തി എന്നൊരു അത്ഭുതമാണ്. പോയി കായ് കഴിയടി. ചെക്കൻ്റെ അലർച്ച ഉയർന്നു. ഞെട്ടിലോടെ വേഗം വാഷ് ബേസിനരികിലേക്ക് നടന്നു. നടക്കുമ്പോൾ അവൾക്കുണ്ടാവുന്ന അസ്വസ്ഥത ഒരു ഡോക്ടർ കൂടി ആയിരുന്നവനാരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അവന് മനസ്സിലാവുന്നുണ്ട് അവളുടെ ശരീരത്തിൻ്റെ വേദനകളെയും. ഓരോ വാക്കിലും പ്രവൃത്തിയിലും അവളോടുള്ള കരുതൽ നിറയുമ്പോഴും അതവൾക്ക് മനസ്സിലാവാതിരിക്കാൻ ശ്രമിച്ചു ശക്തി. അതിനൊപ്പം തന്നെ അവളെ കരുതുന്നത് പോലും അവളോടുള്ള മോഹം കൊണ്ട് മാത്രമാണെന്ന് സ്വയം പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തു. എന്ത് മനുഷ്യനാണ് എന്തോ, ശരിക്കും ഭ്രാന്തനാ. എന്ത് എപ്പോൾ ചെയ്യുന്നതെന്ന് അറിയാനേ പറ്റില്ല. അയാളെന്നെ ഞെക്കി ഞെക്കി കൊല്ലു കൃഷ്ണ. സ്വയം പറഞ്ഞുകൊണ്ട് റൂമിലെ ബെഡിലായിരിക്കുകയാണ് ഗൗരി. ഓർക്കാൻ ഇഷ്ടമില്ലാത്ത വേദനകൾ നൽകുന്ന ഭൂതകാലം പോലും വിസ്മരിച്ചുകൊണ്ട് അവളുടെ ഉള്ളിൽ അവനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. ക്ഷീണം കൊണ്ട് വീണ്ടും ആ മിഴികൾ അടഞ്ഞു പോകുമ്പോഴും ഗൗരി അറിയുന്നുണ്ടായിരുന്നു അരികിലൊരുവൻ ചേർന്ന് വരുന്നതും ആ നെഞ്ചിലേക്ക് താൻ വലിച്ചു ചേർക്കപ്പെടുന്നതും. കുതിറി മാറാനോ എതിർത്ത് നിൽക്കാനോ ഒന്നും ശ്രമിച്ചില്ല ഗൗരി. അവിടെ നൽകുന്ന ഒരു കരുതൽ അറിഞ്ഞു തുടങ്ങിയവൾ. വിലപേശി കൊണ്ടുവന്നാണെങ്കിൽ പോലും തൻ്റെ അവസ്ഥയെ മാനിക്കുന്നവൻ, മനുഷ്യനെന്ന പരിഗണന നൽകുന്നവനാണെന്ന് ബോധ്യമായിരുന്നു അവൾക്ക്. ചെറു കരുതലെങ്കിലും മോഹിച്ചവൾക്ക് അത് ധാരാളമാണ്. അത്ര നേരം ദേഷ്യവും സങ്കടവും കൊണ്ട് ചുവന്ന അവൻ്റെ മുഖം അവളുടെ പ്രവൃത്തിയിലൊന്ന് കുളിർന്നു. വാശിയോടെ അവളെ പൊതിഞ്ഞു പിടിച്ച് നെറുകയിൽ അമർത്തി ചുംബിച്ചു ശക്തി. ആ നിമിഷങ്ങളിലൊക്കെയും താഴെ വെച്ച് മഹി പറഞ്ഞ വാക്കുകളായിരുന്നു ഉള്ളു നിറയെ. കണ, ഡു യു ലവ് ഹർ? ശക്തിയുടെ കണ്ണിൽ ഒളിപ്പിച്ചു വെച്ച സത്യത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് അവൻ്റെ ചോദ്യം. ഒരു നിമിഷം എന്തു മറുപടി പറയണമെന്നറിയാത്ത അവസ്ഥയിൽ നിന്നുപോയിരുന്നവൻ. നോ. മഹി അവനെ ചൂഴി നോക്കി തുടങ്ങിയതേ പതിവ് ധാർഷ്ട്യത്തോടെയുള്ളവൻ്റെ മറുപടി വന്നു. മഹിയുടെ മിഴികളൊന്ന് കുറുകി. പറയുന്നത് അത്രയും കള്ളമാണെന്ന് അവനും അറിയാം, കേൾക്കുന്ന തനിക്കും അറിയാം. എന്നിട്ടും അഭിനയമാണ്. പിന്നെന്തിനാ നീ ആ കൊച്ചിനെ കൊണ്ടുവന്ന്? എനിക്കവളെ വേണം. എന്തിന്? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ശക്തിയുടെ അസ്വസ്ഥത നിറഞ്ഞ മറുപടിയോർന്നു മഹി ഗൂഢമായി ഒന്ന് ചിരിച്ചു. സത്യത്തിൽ നിന്നുള്ള മുഖം തിരിക്കലാണത്. എടാ ചെറിയ പെൺകുട്ടിയാ, ഒത്തിരി അനുഭവിച്ചു കാണും അത്. താലി കെട്ടിയോ മറ്റവൾക്കൊപ്പം കഴിയുന്ന നേട്ട് കണ്ടു വരുന്നൊരു പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കുന്നു ഊഹിച്ചൂടെ നിനക്ക്? അവളവനെ സ്നേഹിച്ചു കാണില്ലേ, വിശ്വസിച്ച് കാണില്ലേ? അടുത്ത നിമിഷം വലിയൊരു ശബ്ദത്തോടെ ഹാളിലെ TV തകർന്നു വീണിരുന്നു. അത് പ്രതീക്ഷിച്ചതായിരുന്നിട്ട് കൂടി മഹിയൊന്ന് ഞെട്ടി. ഇല്ല, അവൾ എന്തിനാ അവനെ വിശ്വസിക്കണം? അവളുടെ വിശ്വാസം അത് ഞാൻ മാത്രം. അവൾ എൻ്റെയാ. ഭ്രാന്തി പിടിച്ച പോലെ മുരളുന്നവൻ. ഒരു നിമിഷം അവൻ്റെ ഉള്ളറിയാൻ വേണ്ടി മാത്രം ആ വിഷയം എടുത്തിട്ട് മഹിയും ഭയന്നു പോയിരുന്നു. കണ്ണുകൾ നിറച്ച് മുഖം ചുവന്ന് പേശികൾ വലിഞ്ഞു മുറിയ അവൻ്റെ ഭാവം. മിഴികളിലൊരു കടലാണ്, ആർക്കും ചെന്നെത്താനാവാത്ത നിഗൂഢതകൾ നിറഞ്ഞ സമുദ്രം. ഞാൻ ഇനി നീ ഇത് ആവർത്തിച്ച കൊല്ലു ഞാൻ. ഒരു നിമിഷം പറഞ്ഞിട്ട് പോകുന്നവരെ നോക്കി കണ്ണു വീഴ്ച അങ്ങനെ നിന്നുപോയിരുന്ന മഹി. ഉള്ളു തുറപ്പിക്കാൻ ചെന്നിപ്പോൾ പടായേനെ. ഗൗരിയുടെ മുഖത്തേക്ക് നോക്കുന്നവരും വല്ലാത്തൊരു ദേഷ്യം അവനിൽ നിറഞ്ഞു. കാത്തിരുന്നോടായിരുന്നു ഞാൻ വരുന്നവരെങ്കിലും. എന്നിട്ടല്ലേ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ്റെ കൈകൾ അവിടെ ഉദരത്തിലായിരുന്നു. ഇവിടെ ഒരു തുടിപ്പുണ്ടായിരുന്നു. ഇന്നും ഈ നിമിഷം ആ ജീവൻ ഇല്ലാതാവുകയായിരിക്കും. ഓർക്കുമ്പോൾ വല്ലാത്തൊരു പകവനിൽ നിറഞ്ഞു. അതുപോലെ സ്വയം ദേഷ്യവും. എൻ്റെ തെറ്റാണ് ഗൗരി, നിന്നെ കാണാൻ വൈകിയത്, സ്വന്തമാക്കാൻ വൈകിയത്. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ച്. മാണമ്പി തറവാട്ടിലുള്ള രാക്ഷസിയെ എതിർത്ത് നിൽക്കാൻ അവൾക്കാവില്ലെന്നുള്ള ബോധമുള്ളതുകൊണ്ട് തന്നെ ഒക്കെയും സ്വന്തം തെറ്റായി വ്യാഖ്യാനിച്ചു ശക്തി. ഉണ്ടെന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടാവിനോട് പോലും അവന് ദേഷ്യം തോന്നി. അവളെ അവനിൽ നിന്നും മറച്ചു വെച്ച് നോവിച്ചതിന്. പ്രണയമാണോ ശക്തി? ഉള്ളം ഒരു വേള സ്വയം ചോദിച്ചു പോയിരുന്നു. അല്ല, കള്ളം. അവൾക്ക് മറ്റൊരു അവകാശം ഉണ്ടായിരുന്നെന്ന് പോലും നിനക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എങ്കിലിതിനെ പിന്നെ എന്ത് പേരിട്ട് വിളിക്കണം? ഷീസ് മൈ, എൻ്റെയാണ്, എൻ്റെ മാത്രം. ഗൗരിയുടെ മനസ്സും ശരീരവും ഒക്കെ ശക്തിയാണ്. അങ്ങനെ ആകാവൂ. വേറെ ആരെങ്കിലും നീ ഓർക്കെങ്കിലും ചെയ്താ? താക്കീതോടെ പറഞ്ഞുകൊണ്ട് ഒരു കൈയാൽ അവളുടെ മുഖമൊന്നാകെ പൊതിഞ്ഞു പിടിച്ച ശക്തി. ഉറക്കത്തിലായിരുന്നവൾ ഇതൊന്നും കേട്ടില്ലെന്ന് മാത്രം. ഹലോ കുക്കീസ്, ഞാനൊരു കാര്യം പറയണ്ടായിരുന്നു വന്നത്. ഞാൻ ചില കമൻറ്റ് കണ്ടായിരുന്നു.
ദ മാഫിയ, മൈ പ്രൊഫസർ ഹബ്ബി, അത് ഇടുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്കിപ്പോൾ പനിയാണ്, എനിക്കൊട്ടും വയ്യ, സൗണ്ടൊക്കെ പോയിരിക്കും. ഇത് തന്നെ ഇങ്ങനെ പറയുന്നത് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അത് കാണത്തില്ല. പിന്നെ ഇങ്ങനത്തെ FF കാണും. ഷാഹുൽ മലയൻ്റെ FF ഒക്കെ കാണത്തുള്ളായിരിക്കും കേട്ടോ. ഞാൻ പനി കഴിഞ്ഞിട്ട് മൈ പ്രൊഫസർ ഹബ്ബിയും ദ മാഫിയ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ബായ്, അടുത്ത എപ്പിസോഡ് കാണാവേ.